സുഹൃത്തുക്കളെ, ചില ഡോക്ടറേറ്റൊക്കെ എടുത്ത കുമാർമാർ, അതുപോലെയുള്ള നുണയിടങ്ങൾ ഒക്കെ ഹൈന്ദവ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്നതിനും ജാതിപരമായി അവരെ വിഘടിപ്പിക്കുന്നതിനും പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം, ശ്രീനാരായണ ഗുരുദേവൻ ഭഗവത്ഗീതയ്ക്ക് എതിരായിരുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരാളെ പറ്റിയും ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ശരിയായ കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മറ്റൊരു സന്ദർഭം കൂടി പറയുകയാണ്. ഇതേ ഡോക്ടറേറ്റ് തന്നെ പറയുകയാണ്, ശ്രീനാരായണ ഗുരുദേവനെ തലയ്ക്ക് തേങ്ങയടിച്ച് വധിച്ചതാണെന്ന് ഒരു ചൊല്ല് ഇവിടെയുള്ള അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ വ്യാപകമായി ഉണ്ട് എന്ന്. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് 1991 താമസിക്കാൻ വന്നതാണ്. അതിനിടയ്ക്ക് 1.25 വർഷം മാത്രമാണ് കൊച്ചി സിറ്റി കമ്മീഷണറായിട്ട് മാറിപ്പോയത്. ബാക്കി ഏകദേശം ഇപ്പോൾ 33 വർഷവും ഞാൻ ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. ആരും അങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നതായിട്ടോ എവിടെയെങ്കിലും, എത്രയോ മീറ്റിങ്ങുകളിലും എത്രയോ സ്ഥലങ്ങളിലും ഞാനൊക്കെ പങ്കെടുത്തിരിക്കുന്നു, പോലീസിലുണ്ടായിരുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ അങ്ങനെ ഒരു ആക്ഷേപം ആരെങ്കിലും പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ കക്ഷി ഇപ്പോൾ അത് അങ്ങനെ പറഞ്ഞു കൊണ്ടുവരികയാണ്. കാരണം എന്താണ്? അതായത് നായർ സമുദായക്കാർ അല്ലെങ്കിൽ മറ്റ് അപ്പർ കാസ്റ്റ് സമുദായക്കാർ അവർ ശ്രീനാരായണ ഗുരുദേവന് എതിരായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കലാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ സ്പർദ്ധയുണ്ടാക്കലാണ്. ഇതാ നോക്കൂ ഈഴവരെ, നിങ്ങളുടെ ഗുരുദേവനെ ഇവരെങ്ങനെയാണ് കാണുന്നത്. ആ സമയം പണ്ട് സിമന്റ് സ്വാമി എന്ന് അദ്ദേഹത്തെ വിളിച്ച ഒരു MLA പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ MLA ഏതായാലും ഒരു അപ്പർ കാസ്റ്റിൽ പെട്ടായിരുന്നില്ല, ഹൈന്ദവ വിഭാഗത്തിലും പെട്ടതായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ദുരുപയോഗം ചെയ്ത് ഇല്ലാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞ് ഈ രീതിയിൽ ഹൈന്ദവരുടെ ഉള്ളിൽ ഈഴവരെ വ്യത്യസ്തരായിട്ട് മാറ്റാനും ഈഴവർക്ക് ഹൈന്ദവ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ബന്ധമില്ലാതാക്കാനുമുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഫേസ്ബുക്കിൽ ഒരു റിപ്ലൈ അല്ല, അതിനൊരു മറുപടി പോലെ ഞാൻ ഇട്ടിരുന്നു. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരിൽ പ്രാഥമികമായിട്ട് കാണുന്ന ആൾക്കാർ ആരൊക്കെയാണ് നോക്കിയാൽ, ശിവലിംഗദാസ് സ്വാമികൾ, ഇത് അദ്ദേഹം അരിയുപ്പുറത്ത് തുടങ്ങിയുള്ള ഏറ്റവും പ്രഥമ ശിഷ്യനാണ്. അദ്ദേഹം ഏത് കമ്മ്യൂണിറ്റിയാണ്? അദ്ദേഹം നായർ കമ്മ്യൂണിറ്റിയാണ്. ഇതുപോലെ അങ്ങനെ തുടങ്ങിയാൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെടുത്താൽ ബോധാനന്ദ സ്വാമികൾ, നടരാജ ഗുരു, ഇതിൽ നിന്ന് തന്നെയാണ്. സത്യവ്രത സ്വാമികൾ, അതായത് ധർമ്മസംഘത്തിന്റെ പിന്നീടുള്ള ഗുരുദേവന് ശേഷമുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്ന അദ്ദേഹമൊക്കെ മറ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീനാരായണ ഗുരു പ്രത്യേകം പറഞ്ഞിരുന്നു, ഞാൻ ഉണ്ടാക്കുന്ന ധർമ്മസംഘത്തില് ഒരു കാരണവശാലും ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ളവർ മാത്രം അതിന്റെ അധികാരികളായിട്ട് വരാതിരിക്കാൻ ഉള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് ഗുരു ചെയ്തത്. ഗുരുവിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന 10, 40, 50, 80 ശിഷ്യന്മാരുടെ കണക്കെടുത്താൽ പോലും അതിൽ ബഹുഭൂരിപക്ഷവും മറ്റ് സമുദായങ്ങളിൽ നിന്ന് വന്നവരാണെന്ന് കാണാം. അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ച് പറയുകയൊക്കെ ചെയ്ത ബാലകൃഷ്ണൻ നായരെ പോലെയുള്ള ആൾക്കാരൊക്കെ, അതുപോലെ ഏറ്റവും അദ്ദേഹത്തിന്റെ സ്വാമി ഏണസ്റ്റ് കിർക്ക് എന്ന് പറയുന്ന വിദേശി പോലും, അതുപോലെയുള്ള നിരവധി ശിഷ്യന്മാർ അദ്ദേഹത്തിന്, അത് ഗൃഹസ്ഥ ശിഷ്യന്മാരല്ലാത്ത ശിഷ്യന്മാരിലുണ്ടായിരുന്നു. ഇനി ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ നോക്കിയാൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കൂടുതലുണ്ടായിരുന്നത് സ്വസമുദായത്തിൽ ഉണ്ടായിരുന്നവരാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിന്റെ സന്യാസി ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്നവരിൽ ബഹുഭൂരിപക്ഷവും മറ്റ് സമൂഹങ്ങളിൽ നിന്നുണ്ടായിരുന്നവരാണ്. അതായത് ആ സനാതന ധർമ്മത്തെ ഒന്നായി കണ്ട് അതിൽ ഉണ്ടായിരുന്ന വിവിധ കമ്മ്യൂണിറ്റികളെ ഒന്നായി കാണാനുള്ള ആ വീക്ഷണമായിരുന്നു ഗുരുദേവനുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ ചെയ്യുന്ന അവരെ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ നേരിടേണ്ടത്. അത് ഏതെങ്കിലും അർദ്ധസത്യങ്ങളോ അതല്ലെങ്കിൽ അസത്യങ്ങളോ പറഞ്ഞ് നമ്മൾ വഞ്ചിക്കപ്പെടാൻ ഇടയാകരുത്. ഇത് ഹിന്ദു ഒന്നാകുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു മതങ്ങളെപ്പറ്റി ഒരക്ഷരം ഇവർ പറയുന്നില്ല എന്നുള്ളതാണ്. ഹിന്ദു മതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഇത് ഋഷിപ്രോക്തങ്ങളാണ്. ഇതൊന്നും ദൈവമോ പ്രവാചകനോ വന്ന് എഴുതിയ ഒരു കാര്യവുമില്ല. ഋഷിപ്രോക്തങ്ങളാണ്. ആ ഋഷിപ്രോക്തങ്ങളിൽ ചില കാലഘട്ടങ്ങളിൽ ദുഷ്ടപണ്ഡിത പ്രഭുക്കൾ ചേർത്ത നിന്ദ്യവസ്തുക്കളുണ്ട് എന്ന് പൂജനീയ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിന്ദ്യവസ്തുക്കൾ മാറ്റിക്കഴിഞ്ഞുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം
ഹൈന്ദവത്തിൻ്റെ ഒരു സാഗരത്തെക്കാളും വലുതായിട്ടുള്ള ദർശനങ്ങളിൽ അത് പഠിക്കുന്ന സമയം, എടുക്കുന്ന സമയം, അതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ വളരെയധികം ദുഷ്ടപണ്ഡിത പ്രഭുക്കൾ ചേർത്ത് നിന്ദ്യവസ്തുക്കളുണ്ട്. ആ നിന്ദ്യവസ്തുക്കളെ മാറ്റുക എന്നുള്ളതാണ്. ഇനി ആ നിന്ദ്യവസ്തുക്കളെ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം? ജന്മനാ കൊടുക്കുന്ന ആ പ്രാധാന്യം, ജനനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം കർമ്മത്തെക്കാളധികം എവിടെ കാണുന്നുവോ അത് തീരുമാനിച്ചോളൂ, അത് ചേർത്തിരിക്കുന്ന ഒരു നിന്ദ്യവസ്തു ആണ് എന്ന് തന്നെ. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ ധർമ്മം, ആ ധർമ്മമായ സനാതന ധർമ്മത്തെ പഴിക്കാനും അതിനെ ഇല്ല എന്ന് വരുത്താനും ഒക്കെ നടക്കുന്ന ആളുകളുണ്ട്. അതെല്ലാം പേരുകൊണ്ട് ഈ ധർമ്മത്തിൽ നിന്ന് തന്നെ ഉള്ളവരാണ് എന്നുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ തീർത്തും ശ്രദ്ധാലുക്കളായിരിക്കണം. ഇതെല്ലാം തെറ്റാണ്. ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് വീണ്ടും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോടൊക്കെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഞങ്ങളതിന് തീർച്ചയായിട്ടും ശരിയായ കാര്യങ്ങൾ പറഞ്ഞു തരികയോ അത് അറിയുന്നവരെ കണ്ടെത്തുകയോ അത് നിങ്ങളെ അറിയിക്കുകയോ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക.